ഹലോ everyone. അപ്പോൾ നമ്മളിന്ന് കൊൽക്കത്തയിൽ നവരാത്രിയുടെ ഇത് കാണാൻ പോകണം കേട്ടോ. പോകുന്ന വഴിക്ക് ഫുൾ ലൈറ്റ്സ് ആണ് കേട്ടോ. ഭയങ്കര രസമാണ് കാണാൻ, നല്ല ഭംഗിയായിരുന്നു കാണാൻ. അപ്പോൾ പോകുന്ന വഴിക്ക് ഫുള്ളുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച് പോയൊരു സ്ഥലമാണ്. അവിടെ നിന്ന് വെച്ചാണ് ഞങ്ങൾ ഒരു ക്യൂ കണ്ട് അവിടെ കയറി അങ്ങ് നിന്നു കേട്ടോ. ക്യൂ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അമ്മ അത്രയ്ക്കോ തള്ളി ഞെരുക്കി കൊന്ന് ഒരുപാട് ടയേർഡായി കേട്ടോ അവിടെ. പക്ഷെ ടയേർഡായെങ്കിൽ പോലും നമ്മൾ അകത്തെത്തിയപ്പോഴത്തേക്കും ആ ക്യൂ നിന്നതൊക്കെ ഒരു അങ്ങ് എന്താ പറയുക, അകത്തിരുപത്തേക്കും ഭയങ്കര രസം കാണാൻ. ഫുൾ എനിക്ക് തോന്നുന്നു ഒരു 3 മണിക്കൂറെങ്കിലും ക്യൂ നിന്നെന്ന് തോന്നുന്നു. അങ്ങനെ കയറിയപ്പോഴാണ് അകത്ത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. ഞാനിങ്ങനെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത്. നമ്മുടെ നാട്ടിൽ പൂജപ്പുര പോയി അവിടുത്തെ നവരാത്രി ഇത് കണ്ടിട്ടുണ്ട്, പക്ഷേ പുറത്ത് നമ്മൾ ഫസ്റ്റ് ടൈമാണ്. അപ്പം ഭയങ്കര രസമായിരുന്നു കാണാൻ. അകത്ത് തന്നെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്, എനിക്ക് കുറേ ഒന്നും മനസ്സിലായിട്ടില്ല. പിന്നെ കുറേ ഈ കൊട്ടുന്ന സംഭവങ്ങൾ, പിന്നെ അതിൻ്റെ അകത്ത് തന്നെ അല്ലാണ്ട് കുറേ മണിയൊക്കെ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കയ്യെത്താത്തതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തില്ല. ജസ്റ്റ് ഇങ്ങനെ എന്നുവെച്ചാൽ അകത്ത് കയറിയാലും തിരക്കാണ്. അപ്പോൾ ആ ഫ്ലോയിൽ നമ്മളങ്ങ് നടക്കേണ്ട ആവശ്യം, നമ്മളെ തള്ളി അങ്ങ് കൊണ്ടുവെക്കണം. എന്നിട്ട് അകത്ത് കയറുമ്പോഴും വേറെയും കുറേ ഐറ്റംസ് ഉണ്ട്. പക്ഷെ ചെയ്തിരിക്കുന്ന ഭയങ്കര രസമാണ്. എനിക്ക് തോന്നുന്നത് അവർ ഇതിനു വേണ്ടി മാത്രം ചെയ്തതാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത്രയും എഫേർട്ട് ഇട്ട് ചെയ്തതിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. അകത്ത് തന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ളായിട്ട് നിന്ന് ഇത്തിരി സമാധാനമായിട്ട് കാണാനൊന്നും പറ്റില്ല. ആൾക്കാരിങ്ങനെ തള്ളി കൊണ്ടുപോകുന്നതിൻ്റെ കൂടെ പോകുമ്പം ജസ്റ്റ് വീഡിയോ എടുക്കുക, അത്രേ പറ്റത്തുള്ളൂ. പക്ഷേ പോയതിന് ഫലം ഉണ്ടായി. നല്ല രസമുണ്ട് കാണാൻ. എന്ത് പറയണമെന്നുണ്ട്, അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ. അത് മാത്രമല്ല ഇവിടെ മറ്റേ രുദ്രാക്ഷം വെച്ചൊക്കെ കുറേ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഈ മുകളിൽ കാണുന്നതൊക്കെ എന്താണെന്നറിയില്ല. പിന്നെ അവിടെ ദൂരെയായിട്ട് നമ്മുടെ ദേവിയുടെ ഒരു സംഭവമുണ്ട്. അതിൻ്റെ മുകളിലും ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു ഐറ്റം ഉണ്ട് കേട്ടോ. അത് ഭയങ്കര രസമാണ്. അതിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയിൽ മനസ്സിലാവുമെന്ന് അറിയില്ല. പിന്നെ ഇത് രുദ്രാക്ഷത്തിൻ്റെ സംഭവമാണ് കേട്ടോ. രുദ്രാക്ഷം വെച്ച് ഉണ്ടാക്കിയേക്കണെയാണ്. പിന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ റൈഡൊക്കെ ഉണ്ട്, ഈ സംഭവമുണ്ട്. പിന്നെ നമ്മളെ ജെയിൻറ്റ് വീലുണ്ട്. പിന്നെ ഞാൻ ചെറുതായിട്ടൊരു ഗെയിമൊക്കെ ചെയ്തു. എനിക്ക് എവിടെ പോയാലും ഈ ഒരു സംഭവം മസ്റ്റാണ് കേട്ടോ. അങ്ങനെ ചെയ്തതിൽ എനിക്കൊരു ചെറിയൊരു കീ ചെയിനാണ് കിട്ടിയത്. പിന്നെ ഭയങ്കര തിരക്ക്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അടുത്ത സ്പോട്ടിലോട്ട് പോകട്ടെ. അടുത്ത വീഡിയോ കാണും വരെ ബൈ ബൈ.